അതിൽ ഏറ്റവും പ്രധാനവും പ്രമേഹം തന്നെയാണ്. പഴയകാലത്തെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റവും, അതായത് അതിനെല്ലാം മാറ്റിവെച്ച് ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിലേക്ക് വന്നതും, വ്യായാമത്തിന്റെ വളരെയധികം കുറവും കാരണം ഈ ഒരു രോഗം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. ഇത്തരം ഒരു രോഗം ബാധിച്ച വ്യക്തി അതിനെങ്ങനെ ഒരു കുറച്ച് ശതമാനമെങ്കിലും കൺട്രോൾ ചെയ്യാം, അതുപോലെ ഇത് ബാധിക്കാത്ത ഒരു വ്യക്തിയെ അതിൽ നിന്നും എങ്ങനെ, ഈ ഒരു അസുഖത്തിൽ നിന്നും എങ്ങനെ നീക്കി നിർത്താം എന്നൊക്കെ ഉള്ള അറിവുകൾ കൂടുതലായിട്ട് പറഞ്ഞു തരുന്ന പരിപാടിയാണ് കേളിയോട്ടിലെടുത്തത്. കാണാം പാൻക്രിയാസ്. നമസ്കാരം. പാൻക്രിയാസ് ഈ ലക്കം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗികളുടെ കണ്ണുകളെ കുറിച്ചാണ്. ഈ ലക്കത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു പ്രമേഹ രോഗി, എനിക്ക് തന്നെ ഞെട്ടൽ തോന്നിയ ഒരു വിശേഷം പറയുകയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി 21 പ്രാവശ്യം ലേസർ ചികിത്സ നടത്തിയിരിക്കുന്നു. എനിക്ക് ഞെട്ടൽ തോന്നിയ മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും പ്രാവശ്യം ലേസർ ചികിത്സ നടത്തിയിട്ടുള്ള രോഗികളെ സാധാരണഗതിയിൽ ഞങ്ങൾ ഡോക്ടർമാർ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു വിശേഷം ഞാൻ നിങ്ങളോടെല്ലാം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ അന്ധതയ്ക്ക് ഇന്ന് പ്രധാന കാരണമായി പ്രമേഹം മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ അന്ധതയ്ക്ക് കാരണമായി മാറുന്നു എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിനുള്ള മറുപടി, പ്രമേഹ രോഗികൾക്ക് അന്ധത സംഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന നമുക്ക് മുൻകൂർ ലഭിക്കാത്തത് കൊണ്ട് കണ്ണുകൾക്ക് രോഗം വരികയാണ് എന്ന് രോഗിക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. ഇവിടെയാണ് കാഴ്ച നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പ്രമേഹ രോഗികൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നൊരു ചർച്ചയ്ക്ക് പ്രാധാന്യമേറുന്നത്. നമ്മൾ പുതുതായിട്ട് ഒരു പ്രമേഹ രോഗി വരുമ്പോൾ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പായി നടത്തുന്ന പല പരിശോധനകളിലൊന്നാണ് കണ്ണുകളുടെ പരിശോധന. ഇങ്ങനെ കണ്ണുകൾ പരിശോധിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ കണ്ണ് ഡോക്ടർ, അതായത് ഈ ഒരു വിഷയത്തിൽ പ്രാവീണ്യം നേടിയ ഒരു ഒഫ്താൽമോളജിസ്റ്റ് ചെയ്യുന്നു. ഒന്ന്, കൃഷ്ണമണി വികസിപ്പിച്ച ശേഷം മാത്രമാണ് കണ്ണ് പരിശോധിക്കുന്നത്. കാരണം ഡയബറ്റീസിൻ്റെ റെറ്റിനോപ്പതിയിലെ ചില വ്യതിയാനങ്ങൾ കണ്ണിൻ്റെ വശങ്ങളിലായിട്ടാണ്, അതായത് ഫണ്ടസ് എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണമണിയുടെ അങ്ങ് പുറകിലത്തെ ആ ഭാഗത്ത്, കണ്ണിൻ്റെ പുറകിലെ ആ ഭാഗത്ത് വശങ്ങളിലായി മാത്രം സംഭവിക്കുന്നത് കൊണ്ട് കൃഷ്ണമണി വികസിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ അഗ്രഭാഗങ്ങൾ കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ രോഗിക്ക് അന്നേ ദിവസം വായിക്കുവാനോ ഡ്രൈവ് ചെയ്യുവാനോ ഒന്നും ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഒരുക്കങ്ങളോടുകൂടി ആയിരിക്കണം കണ്ണ് ഡോക്ടറെ അടുത്ത് പോകുവാൻ. കണ്ണിലെ റെറ്റിനോപ്പതിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അസുഖമാണ് ഗ്ലോക്കോമ. അതായത് കണ്ണിനുള്ളിലെ സമ്മർദ്ദം, നമുക്ക് രക്തസമ്മർദ്ദം എന്നൊക്കെ പറയുന്നത് പോലെ ഇൻട്രാ ഓക്കുലാർ ടെൻഷൻ വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസം. ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുകയാണ് എങ്കിൽ അത് രോഗികൾക്ക് മുൻകൂർ അറിയുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണ് ഡോക്ടറെ കാണുന്ന പ്രമേഹ രോഗികൾ ഈ ഗ്ലോക്കോമ ഉണ്ടോ എന്ന് കൂടെ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ചു കൊണ്ടിരിക്കണം. രോഗമുണ്ടായെങ്കിൽ അത് ഡോക്ടറുടെ വിധിപ്രകാരം എത്ര നാൾ കഴിയുമ്പോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം എന്ന് മനസ്സിലാക്കി അത് ഒരു പുസ്തകത്തിൽ കുറിച്ചിടുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗമാണ് കാറ്ററാക്ട്. അത് സാധാരണ ഒരു പദപ്രയോഗമാണ്. തിമിരം അല്ലെങ്കിൽ കണ്ണിൻ്റെ ലെൻസിൽ വരുന്ന ഒരു ഒപ്പാസിറ്റി. അങ്ങനെ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്തുവാൻ കഴിയും. പുതുതരം ഓപ്പറേഷനുകളിൽ നമുക്ക് കണ്ണിലെ ലെൻസ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ലെൻസ് ഘടിപ്പിക്കുവാൻ വരെ സാധിക്കും. കാറ്ററാക്ട് ഒരുപക്ഷെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ് എന്നതിനാൽ അതിന് പ്രാധാന്യമേറെ ഉണ്ട് എങ്കിലും നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു പ്രതിഭാസമാണ്.
പക്ഷെ മറ്റ് കണ്ണിലെ രോഗങ്ങൾ അതുപോലെ അല്ല. ഞാൻ ഈ ലക്കത്തിൽ ആരംഭത്തിൽ ഒരു കഥ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ധാരാളം പ്രാവശ്യം റെറ്റിനോപ്പതി ചികിത്സിക്കുന്നതിന് വേണ്ടി ലേസർ ചെയ്ത രോഗിയെക്കുറിച്ച്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണിലെ രോഗം വരുമ്പോൾ രോഗികൾ തീർച്ചയായിട്ടും വൃക്ക കൂടി സംരക്ഷിക്കുവാൻ ശ്രമിക്കണം. കാരണം നെഫ്രോപ്പതി എന്ന പേരിൽ വൃക്കയ്ക്ക് ബാധിക്കുന്ന പ്രമേഹത്തിലെ രോഗവും കണ്ണിലെ റെറ്റിനോപ്പതിയും മിക്കവാറും രോഗികളിൽ ഒരുപോലെ തന്നെ ഒരേ സമയം തന്നെയാണ് ബാധിക്കുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു അവയവത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾ ആ ഒരു അവയവം മാത്രം കേന്ദ്രീകരിച്ച് ചികിത്സിക്കാതെ മിക്കവാറും മറ്റ് അവയവങ്ങളിൽ കൂടി രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു നഗ്ന ശാസ്ത്ര സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മറ്റ് രോഗങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ചികിത്സയായിരിക്കണം സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഗുരുതരമായൊരു രോഗം ഒരു അവയവത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ചികിത്സ വേണം, അതിൽ സംശയമില്ല. പക്ഷേ മറ്റ് അവയവങ്ങളെയും അതുപോലെ തന്നെ അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് സമാധാനപൂർവ്വം മനസ്സിലാക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ കണ്ണിൽ റെറ്റിനോപ്പതി ഉണ്ടെന്നറിഞ്ഞ് ചിലപ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷനിൽ ഇരിക്കുന്നൊരു സന്ദർഭമായിരിക്കാം. ഞാൻ ചിലപ്പോൾ ഒരു ഞെട്ടലോട് കൂടി ആയിരിക്കാം ആ രോഗി ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഒരു വിദഗ്ധ ഡയബറ്റിസ് ടീമിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റ് അവയവങ്ങൾ കൂടി അതുപോലെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി എല്ലാവയ്ക്കും പ്രതിരോധ ചികിത്സ നൽകുവാൻ ശ്രമിക്കുക. കണ്ണിൽ റെറ്റിനോപ്പതി ചികിത്സിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമുക്ക് ചില രോഗികൾ പറയുന്നത് കേൾക്കാം, എനിക്ക് ലേസർ ചെയ്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെ. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ അങ്ങനെ ചികിത്സയെ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല, അത് തെറ്റാണ്. നമുക്ക് കണ്ണിലെ ചികിത്സ പരാജയപ്പെടുന്നത് പ്രമേഹ രോഗ ചികിത്സ പരാജയപ്പെടുന്നത് കൊണ്ടാണ്. പ്രമേഹ രോഗ ചികിത്സയിൽ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ വളരെ താഴ്ത്തി വയ്ക്കുകയും രക്തസമ്മർദ്ദം വളരെ താഴ്ത്തി വയ്ക്കുകയും കൊളസ്ട്രോള് ഔഷധങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊഴുപ്പടിഞ്ഞുകൂടുന്ന രക്തധമനികളിൽ നിന്നും അതിനെ ഒഴിവാക്കുവാൻ തക്ക ചികിത്സ നൽകുകയാണെങ്കിൽ മാത്രമേ കണ്ണിലെ രോഗത്തിനും ശാശ്വത പരിഹാരമാകുന്നുള്ളൂ. അല്ലാതെ നാം കണ്ണിൻ്റെ റെറ്റിനോപ്പതി മാത്രം ചികിത്സിച്ചതുകൊണ്ട് നമുക്ക് അന്ധത ഒഴിവാക്കുവാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പ്രമേഹ രോഗത്തിന് അതിൻ്റെതായ അർത്ഥത്തിൽ ചികിത്സ നൽകേണ്ടതായിട്ട് വരും. ഇവിടെ നാം എപ്പോഴും പറയുന്ന ആ പഴയ പ്രിൻസിപ്പലിലേക്ക് തിരിച്ചു വരികയാണ്. പ്രമേഹം അനേകം അനുബന്ധ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ്. പ്രമേഹം വെറും ഒരു നിസ്സാര രോഗം മാത്രമല്ല. ഭംഗിയായിട്ട് പ്രമേഹം ചികിത്സിക്കുകയാണെങ്കിൽ മാത്രമേ പ്രമേഹം വരുത്തി തീർക്കുന്ന അനുബന്ധ രോഗങ്ങൾ പ്രതിരോധിക്കുവാനും പരിപൂർണമായിട്ട് നമുക്കതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ചികിത്സ തുടങ്ങുന്നതിന് മുൻപായിട്ടും ചികിത്സ തുടരുന്ന വേളയിലും അവയവങ്ങൾ പരിശോധിക്കുക. പ്രത്യേകിച്ചും കണ്ണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കാഴ്ച നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുക. പ്രമേഹ രോഗ ചികിത്സ ആധുനികവൽക്കരിച്ചതോടുകൂടി ഇതൊക്കെ ഇപ്പം നിസ്സാരമായി മാറിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായി. ഞങ്ങൾക്ക് കത്തുകൾ എഴുതേണ്ട മേൽവിലാസം ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ഐഡ റിസർച്ച് സെന്റർ, കേശവദേവ് റോഡ്, പൂജപ്പുര, മുടവൻമുകൾ, തിരുവനന്തപുരം 12. ഫോൺ നമ്പർ 0471234600. മൊബൈൽ 9447040055. നന്ദി, നമസ്കാരം.